ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അരിമാവും ബീഫും വെച്ചിട്ടുള്ള ഒരു കിടു സംഭവമാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ബീഫ് പുട്ട് ബിരിയാണി എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ അരിമാവും ബീഫും വെച്ചിട്ടൊരു കിടിലൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു 3/4 കിലോ ബീഫ് നല്ല ചെറിയ പീസാക്കി കഴുകി വൃത്തിയാക്കി ഇതായി എടുക്കുവാണ്. ഒരുപാടങ്ങ് ചെറുതാക്കാനൊന്നും നിങ്ങൾ നിന്നും മെനക്കിടണ്ട. ഇത് കുറച്ച് ചെറിയ പീസൊക്കെ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിത് കഴുകി വാരി എടുക്കുന്നുണ്ട് ഒരു മൺചട്ടിയിലേക്ക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകളൊക്കെ അങ്ങോട്ട് ഇട്ട് പുരട്ടി ഇങ്ങ് എടുക്കുക. അതിനായിട്ട് ഞാനിപ്പം ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇങ്ങ് കുഴച്ച് പുരട്ടി ഇങ്ങ് എടുക്കാം. നല്ല രീതിയിൽ ഈ അരപ്പൊക്കെ ബീഫിൽ പിടിച്ച് കിട്ടണം. ഇതെല്ലാം ചെയ്യുന്നത് വിറകടുപ്പിലാണ്. എങ്കിൽ പോലും ഞാൻ ഈ നമ്മുടെ ബീഫ് ഒരു കുക്കറിലിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ച് ഇങ്ങ് വേവിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബീഫൊക്കെ ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇട്ടൊരു 2-3 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്ത് അങ്ങ് എടുത്തിട്ട് വരാം, ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നമ്മുടെ ബീഫ് ഞാൻ എന്താ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചെടുക്കാം. ഇനി നമുക്ക് പുട്ടിനുള്ള മാവ് റെഡിയാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അരിമാവാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത് പൊടിച്ച അരിമാവാണ്. ഇത് നമുക്കൊരു 3 ഗ്ലാസ് അരിമാവ് ഞാൻ എടുത്തിരിക്കുകയാണ്. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കുക. മാവ് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് മാവ് നനച്ചെടുക്കാം. പുട്ടിനുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല വിറകൊക്കെ അങ്ങോട്ട് അടുപ്പ് കത്തിക്കുവാണ്. വിറകൊക്കെ എടുത്ത് വെച്ച് ഒരല്പം മണ്ണെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് ഇത് കത്തിച്ച് ഇങ്ങ് എടുത്തു. നമുക്കിതിലേക്ക് ഒരു ചെറിയ ഉരുളി വെച്ച് കൊടുക്കാം. ഉരുളിയിലേക്ക് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 2 വലിയ സവാള മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ ഇഞ്ചി ചതച്ചെടുത്തത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തത്, 3-4 പച്ചമുളക് ചതച്ചെടുത്തത്, പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് വെള്ളം എന്താ നമ്മുടെ ഭരണിയിലൊക്കെ ഉപ്പ് വെള്ളം സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അത് നമുക്കൊരു കുറച്ച് ഉപ്പ് വെള്ളം ഒന്ന് ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 2 സെക്കൻഡ് ഇതൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ നന്നായിട്ട് വഴണ്ടിങ്ങ് കിട്ടും. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. എല്ലാം കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അല്പം വെള്ളം കൂടി, ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ നമ്മുടെ നല്ല പൊടിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബീഫൊക്കെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ മസാലയിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇവനെ നമുക്കൊന്ന് നല്ല പുരട്ടി അങ്ങ് എടുക്കുക. നന്നായിട്ട് പുരട്ടി റെഡിയാക്കി ഇങ്ങ് എടുക്കുക. അതൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. വിറകടുപ്പിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വിറകൊക്കെ ഒന്ന് തീയൊക്കെ കുറച്ചിട്ട് വേണം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് ആകുമ്പോഴത്തേക്കും ഗ്യാസ് സ്റ്റൗ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെക്കാം. ഇത് നമുക്ക് കുറച്ച് വെക്കാൻ പറ്റില്ല. നമ്മൾ വിറകടുപ്പാകുമ്പോഴത്തേക്കും കുറച്ച് തീയൊക്കെ ഒന്ന് പിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അടിയിലൊന്നും പിടിക്കാണ്ട് കിട്ടും. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ മല്ലിയില നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ വളപ്പിൽ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്ന നട്ട് വളർത്തിയതാണ്. നമ്മൾ വീട്ടിലെല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഈ മല്ലിയില തന്നെയാണ്, പുറത്തു നിന്നൊന്നും നമ്മൾ വാങ്ങിക്കാറേ ഇല്ല.
അതുകൂടി ചേർത്ത് നമ്മൾ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുപ്പിലേക്ക് നമ്മുടെ പുട്ടുകുടം വെക്കാം. നമ്മുടെ വിറകടുപ്പിലേക്ക് പുട്ടുകുടം വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ആ വെള്ളം ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഈ പുട്ട് കുറ്റിയിലേക്ക് ചില്ലങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ബീഫ് മസാല ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, ബീഫ് മസാല കൂടി ഒരു 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. 2 പിടി മാവ് നനച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ലെയറായിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഈ ബീഫ് മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളൊരു 4 ലെയറായിട്ട് ഇത് ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഈ പുട്ടുകുറ്റിയുടെ 2 സൈഡിൽ നിന്നും എയർ വരണം. എയർ വരുമ്പോഴാണ് ഇത് വെന്തൂന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫ് പുട്ട് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനത് നല്ലൊരു വാഴയിലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഴയിലയിലേക്ക് ഈ പുട്ടങ്ങോട്ട് തള്ളിക്കൊടുക്കാം. നല്ല 4 ലെയറിൽ നമ്മുടെ ബിരിയാണിയൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്താണ് ഇപ്പോൾ ഈ പുട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. രാത്രി നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് കഴിക്കാൻ ഈ ഒരു കുറ്റി ബീഫ് പുട്ട് ബിരിയാണിയും നമ്മുടെ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് പുതിയ ഒരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.